പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്ത്യ ഫസ്റ്റ് നയങ്ങളെ പ്രശംസിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ രംഗത്ത്. നരേന്ദ്രമോദി രൂപം നൽകിയ മേക്ക് ഇൻ ഇന്ത്യ ഉദ്യമം ആഗോളതലത്തിൽ ഇന്ത്യയുടെ കരുത്ത് കുത്തനെ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് പുടിൻ അഭിപ്രായപ്പെട്ടു. ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നതിന് റഷ്യ ഒരുക്കമാണെന്നും അദ്ദേഹം പറഞ്ഞു. മോസ്കോയിൽ നടന്ന നിക്ഷേപ ഉച്ചകോടിയിൽ സംസാരിക്കവെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പുകഴ്ത്തി പുടിൻ രംഗത്തെത്തിയത്. വികസനത്തിനുള്ള സുസ്ഥിരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് മോദി സ്വീകരിച്ചിട്ടുള്ള നയങ്ങൾ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നും പുടിൻ പറഞ്ഞു. ഇന്ത്യ ഒന്നാമതാക്കാനുള്ള നയങ്ങളാണ് മോദി നടപ്പാക്കിയിട്ടുള്ളത്. മേക്ക് ഇൻ ഇന്ത്യ ഉദ്യമം അതിൽ ഒന്നാണ്. റഷ്യയുടെ നിർമ്മാണശാലകൾ ഇന്ത്യയിൽ ആരംഭിക്കാൻ ഞങ്ങൾ തയ്യാറെടുക്കുകയാണ്. ഇതിന്റെ ആദ്യ ചുവടുവയ്പായി റഷ്യൻ കമ്പനിയായ റോസ്നെഫ്റ്റ് ഇന്ത്യയിൽ $20 മില്യൺ നിക്ഷേപം നടത്തിക്കഴിഞ്ഞെന്നും പുടിൻ പറഞ്ഞു. രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമത്തിനും രാജ്യ താൽപര്യത്തിനും മുൻഗണന നൽകാനാണ് ഇന്ത്യയുടെ നേതൃത്വം ശ്രദ്ധിക്കുന്നത്. ചെറുകിട വ്യവസായ മേഖലയിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പുടിൻ ഇക്കാര്യം പറഞ്ഞത്. ചെറുകിട വ്യവസായങ്ങളുടെ പുരോഗതിക്കായി ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ സഹകരണം ആവശ്യമാണെന്നും ഈ മേഖലയിലെ നിലവിലെ സാഹചര്യം എല്ലാവരും പരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ബ്രിക്സ് രാജ്യങ്ങളുമായി സഹകരിച്ച് റഷ്യ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോം ഒരുക്കാനുള്ള നീക്കങ്ങളിലാണ്. ഇത് ബ്രിക്സ് രാജ്യങ്ങളുടെ സമ്പദ്ഘടനയ്ക്ക് വലിയ പിന്തുണ ഉറപ്പാക്കുന്നതിനൊപ്പം ബ്രിക്സ് ഇതര രാജ്യങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ ഉറപ്പാക്കാനും വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ പറഞ്ഞു. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള വാർഷിക ഇന്ത്യ ഉച്ചകോടിക്കായി റഷ്യൻ പ്രസിഡന്റ് 2025 ഇന്ത്യ സന്ദർശിക്കുമെന്ന് റഷ്യ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. പ്രസിഡന്റ് പുടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന് ഇന്ത്യ സന്ദർശിക്കാനുള്ള ക്ഷണം ലഭിച്ചു. അദ്ദേഹത്തിന്റെ സന്ദർശന തീയതി 2025 തുടക്കത്തിൽ തന്നെ നിശ്ചയിക്കും. റഷ്യൻ ഉദ്യോഗസ്ഥൻ യൂറി ഉഷാക്കോവ് ഒരു ബ്രീഫിംഗിൽ വ്യക്തമാക്കി. യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലുള്ള അന്താരാഷ്ട്ര പിരിമുറുക്കങ്ങൾ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെ സ്വാധീനിക്കുന്നത് തുടരുകയാണ്. അപ്പോഴും ന്യൂഡൽഹിയും മോസ്കോയും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധമാണ് ഈ പ്രഖ്യാപനമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രതിരോധം, ഊർജം, വ്യാപാരം തുടങ്ങിയ നിർണായക മേഖലകളിൽ തന്ത്രപരമായ സഹകരണം ശക്തിപ്പെടുത്തുന്നതിലാണ് പുടിന്റെ ഇന്ത്യ സന്ദർശനം ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നാണ് കരുതപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.